നമ്മളിപ്പോൾ പ്രിയപ്പെട്ട MS കോട്ടയിലിൻ്റെ വീട്ടുമുറ്റത്തുള്ളത് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡ്രമ്മിൽ മാവ് വെച്ച് കഴിഞ്ഞാൽ നല്ല കായ പിടിക്കുമോ, അതുപോലെ ഈ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നല്ല റിസൾട്ട് ഉണ്ടോ, റിസൾട്ട് ഒന്ന് കാണിച്ചു തരുമെന്നൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ചോദ്യത്തിനുള്ള മറുപടി ഈ മാവിൽ തന്നെ ഉണ്ട്, നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം ഡ്രമ്മിൽ ചെയ്ത മാവുകൾ കായ്ച്ചു നിൽക്കുന്നതും അതിൻ്റെ ട്രെയിൻ ചെയ്ത് അതിൻ്റെ ബ്രാഞ്ചസുകൾ വന്ന് അതിൻ്റെ ഒരു വൃത്തിയൊക്കെ നമുക്ക് ഇതിൽ തന്നെ ഉണ്ട്. അതിൻ്റെ ഉത്തരം പറയേണ്ട കാര്യമില്ല. ഇതേതാ വെറൈറ്റി? ഇത് നമ്മൾ പൂസ അരുണിമ, പൂസ അരുണിമ, പൂസ ലാലിമ എന്ന്. പൂസ ലാലിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ദശേരിയും സെൻസേഷനുമാണ് ക്രോസ്. ഇതിൽ സെൻസേഷനും അമരാവലിയാണ് ക്രോസ്. മാതൃവൃക്ഷമായിട്ട് അമരാവലി, പിതൃവൃക്ഷമായിട്ട് വരുന്നത് സെൻസേഷനും. നല്ലൊരു ക്രോസാണ് അത്. ഇത് എത്ര പ്രായമായിട്ടുള്ള ഇതായിരിക്കും? ഇത് ഏകദേശം എൻ്റെ അഭിപ്രായത്തിൽ ഒരു 7 വർഷം പ്രായമുള്ള പ്ലാന്റ്. 7 വർഷം. ഡ്രമ്മിൽ ഒരു സ്ലോ ഗ്രോത്ത് ആണ്. നമുക്ക് വളരെ ഉദ്ദേശം നിലത്ത് വെക്കുന്ന മാതിരി ഒരു ഹൈ ഗ്രോത്ത് ആവില്ല. ഒറ്റ തടിയായിട്ടല്ല വന്നത്. ഒറ്റ തടിയായി വന്നതിന് ശേഷം നമ്മളൊരു ഈ ഒരു രീതിയിൽ എത്തുമ്പോൾ അതിനെ ട്രെയിൻ ചെയ്യുക. അത് പിന്നെ അൾട്രാ ഹൈ ഡെൻസിറ്റിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ വളരെ താഴത്തു നിന്ന് തന്നെ കട്ട് ചെയ്ത് ബ്രാഞ്ചസ് ഉണ്ടാക്കണം. നമ്മൾ ഡ്രമ്മിലൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ച് ഹൈറ്റ് വന്ന് 1 മീറ്ററിന് മുകളിലൊക്കെ കട്ട് ചെയ്തിട്ട് ബ്രാഞ്ചസ് ഉണ്ടാക്കിയാൽ മതി. കുഴപ്പമില്ല, സംഭവം നല്ല ഉഷാറായിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് വളത്തിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വളങ്ങൾ നമ്മൾ കൊടുക്കണം. ഇതിന് വളവും അതുപോലെ തന്നെ ഇത് ഫംഗൽ ബാധ. നമുക്കിപ്പോൾ കാണുന്ന ഡ്രമ്മിൽ വെക്കുന്ന മാവുകൾക്ക് കൂടുതൽ ഫംഗൽ ബാധയാണ്. രോഗപ്രതിരോധ ശേഷി കുറവാണ് ഡ്രമ്മിൽ വെക്കുന്നത്. മണ്ണിൽ വെക്കുന്നതിന് കാരണം നമുക്ക് ചിന്തിക്കാവുന്നുള്ളൂ, മണ്ണിലാവുമ്പോൾ എല്ലാ മൂലകങ്ങളും കണ്ടന്റുകളും മണ്ണിലുണ്ട് ഓൾറെഡി. അപ്പോൾ ആ മണ്ണിൽ നിന്ന് ഈ സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാനായിട്ട് കഴിയും. അതേസമയം നമ്മൾ ഇതിലേക്ക് ഡ്രമ്മിൽ വെക്കുന്നതാണെങ്കിൽ കൊടുക്കുന്ന ഇതേ അതിന് കിട്ടുള്ളൂ. ഇപ്പോൾ ബ്രോയിലർ കോഴിയും നാടൻ കോഴിയും തമ്മിലുള്ള ഒരു വ്യത്യാസം, ബ്രോയിലർ കോഴിക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കണം. മറ്റേത് നമ്മൾ അയച്ചു വിട്ട് കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലുമൊക്കെ പോയി ഭക്ഷണം കഴിക്കും. അതുപോലെ തന്നെ നാടൻ മാവുകളും അതുപോലെ തന്നെ നമ്മൾ ഡ്രമ്മിൽ വെക്കുന്ന മാവ്, നാടൻ മാവൊക്കെ ഡ്രമ്മിൽ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ആവശ്യമുള്ള വളങ്ങൾ അത് വലിച്ചെടുക്കും. പിന്നെ ഇതിന് മെയിൻ്റെനൻസ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള മെയിൻ്റെനൻസ് ഭയങ്കരമായിട്ടുള്ള വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഡ്രമ്മിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ ആളുകൾ മാവ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലത്ത് ഒരു മാവ് നട്ട് കഴിഞ്ഞാൽ പിറ്റേ വർഷം നമ്മൾ മാങ്ങ കായ്ച്ചിക്കണോ ഫ്ലവർ ചെയ്തിക്കണോ എന്ന് പോയി നോക്കുന്ന ഒരു രീതിയാണ്. പിന്നെ അതിലേക്ക് തിരിഞ്ഞു നോക്കില്ല. കാരണം വളങ്ങൾ കൃത്യസമയത്ത് നമ്മൾ വളങ്ങൾ കൊടുക്കില്ല. അതിന് പിന്നെ അതുപോലെ ഫെറ്റിസൈഡ് ഫംഗിസൈഡുകൾ ഇതൊന്നും നമ്മൾ കൊടുക്കില്ല. അപ്പോൾ അതിന് പിന്നെ അസുഖങ്ങൾ വരുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കില്ല. മാവ് ഒന്ന് കമ്പ് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ചെന്നിട്ട് നോക്കുക കമ്പ് ഉണങ്ങി പോയിക്കണം. അതിന് മുന്നേ എന്തുകൊണ്ട് കമ്പ് ഉണങ്ങുന്നു എന്നുള്ളത് കണ്ടെത്താൻ നമുക്ക് സാധിക്കും. അപ്പോൾ രോഗം വരുന്നതിന് മുമ്പ് മാവുകളെ കണ്ടെത്തുകയും അതിന് പ്രതിവിധി ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഡ്രമ്മിൽ വെക്കുന്ന മാവുകൾക്ക് രോഗപ്രതിരോധ ശേഷി കുറവാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ അതിനെ കെയർ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ സ്ഥലം കുറഞ്ഞവർക്ക് ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. നമ്മളതിന് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഡ്രമ്മിൽ കൃഷി ചെയ്യുന്നതിന് നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നത് അത് കുറച്ച് റിസ്ക്കാണ്, ഞാൻ പറഞ്ഞില്ല, ടാസ്ക് ആണെന്ന്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ നമുക്ക് നിലത്ത് തന്നെ സ്ഥലമുള്ളവർ നിലത്ത് തന്നെ വെക്കുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് മനസ്സിലായത് ഡ്രമ്മിൽ വെക്കുന്ന മാമ്പഴങ്ങൾക്ക് നിലത്തുനിന്ന് കിട്ടുന്ന മാമ്പഴങ്ങളുടെ രുചിയോ ടേസ്റ്റോ അനുഭവപ്പെടുന്നില്ല. പിന്നെ നമുക്ക് ഒരു ആലങ്കാരികമായി ഭംഗി എന്നുള്ള, പിന്നെ അതുമല്ല പിന്നെ നഴ്സറിക്കാരൊക്കെ തന്നെ ഇത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഡ്രമ്മിലും ഗ്രോ ബാഗിലും ഒക്കെ വെക്കുന്നത് അതൊരു സെയിൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് കൊണ്ടുപോയിട്ട് നിലത്ത് വെക്കാനോ ഡ്രമ്മ് പൊട്ടിച്ച് താഴെ വെക്കാനോ ഒക്കെ സൗകര്യമുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് ഒരു സ്ഥലമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഡ്രമ്മിൽ വെക്കുക എന്നുള്ളത് അതൊരു നല്ല ഒരു രീതിയല്ല. ഈ മാമ്പഴത്തിൻ്റെ പേരാണ് പൂസ അരുണിമ.